ഒരുപോലെ ദൈവസ്നേഹം അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവസ്നേഹം കുറച്ച് മാത്രം അബ്സോർബ് ചെയ്യുന്നവരുണ്ട്. അവർ ചിലപ്പോൾ നമ്മൾ അവരെ സഹായിക്കും, പക്ഷെ തിരിച്ച് അവർ സഹായിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ നാമത്തിൽ ഇവൻ്റെ കാര്യം നോക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് തന്നെ ഈശോയ്ക്ക് ഉണ്ടായത്. ഈശോ അപ്പായോട് പലപ്പോഴും പറഞ്ഞു, അപ്പാ കുരിശുമരണം വേണ, അപ്പാ കുരിശുമരണം വേണ. ഞാനിതിൻ്റെ ഇഞ്ചിഞ്ചായിട്ടല്ലേ ഞാൻ അപമാനിക്കപ്പെടുകയും സഹിക്കപ്പെടുകയും ചെയ്യണത്. എൻ്റെ ഈ 33-ാമത്തെ വയസ്സിൽ ഐക്കണ്ട് ഇമാജിൻ എന്നൊക്കെ പറയും. ചോര വരെ വിയർത്ത് ഗെത്സേമനിയിൽ. ഞാൻ പണ്ടൊരു കവിത വായിച്ചിട്ടുണ്ട്. അഗസ്റ്റിൻ ഐസക് എന്ന് പറഞ്ഞൊരു ഫാദർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജീസസ് ദ റിബൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് വായിച്ചിരിക്കുന്നത്, ഓ ഫാദർ ഓഫ് മാഡ് ലവ്, യു ഹാവ് ലവ്ഡ് മെൻ മോർ ദാൻ യുവർ സൺ. അതായത് ഗെത്സേമനിൽ ഈശോ പ്രാർത്ഥിക്കണേ അപ്പായോട് വഴക്കിടും. ഓ ഫാദർ ഓഫ് മാഡ് ലവ്, ഭ്രാന്തമായി മനുഷ്യനെ സ്നേഹിക്കുന്ന അപ്പ, യു ഹാവ് ലവ്ഡ് യുവർ സൺ ലവ്ഡ് മാൻ മോർ ദാൻ യുവർ സൺ. നിൻ്റെ മകനേക്കാൾ കൂടുതൽ നീ മനുഷ്യരെ സ്നേഹിച്ചില്ലേ എന്ന്. അതിൻ്റെ പേരിലാണല്ലോ ഇവൻ ക്രൂശിക്കപ്പെടേണ്ടി വരണത്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ഈശോ പിതാവുമായിട്ട് ചില സമയത്ത് ഭയങ്കര ഹീറ്റ് ഡയലോഗ് വരും. പക്ഷെ ഒടുവിൽ അപ്പ പറയും, സാരമില്ല, കൂടുതൽ ചിലവാകും. അപ്പ പറയും, ജീസസ് ഇറ്റ്സ് ഓക്കെ, കൂടുതൽ ചിലവാകും, അത് നീ തിരിച്ചു വരുത്തല്ലേ, ഇതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ തന്നെ തന്നോളാം. അപ്പ ഇങ്ങനെ പറയുമ്പോഴാണ് ആളെ ബലം പ്രാപിക്കുന്നത്. ആളെ തൻ്റെ മഹത്വം അതിൽ പറയും, എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിലെ വാനം മേഘങ്ങളുടെ കൂടെ എഴുന്നള്ളി വരുമ്പോൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? അപ്പ പറഞ്ഞാണ് തിരികെ വരുമ്പോൾ പിന്നെ തിരിച്ച് പോണത് വന്ന പോലെ ആയിരിക്കത്തില്ല. വാനമേഘങ്ങൾ നീ മഹത്വത്തോടെ ആയിരിക്കും പോണത്. എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി നിൻ്റെ കുരിശിൻ്റെ ബലികളിൽ എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി വരുന്നെങ്കിൽ ഐ വിൽ റീഫണ്ട് ഇറ്റ് എന്ന് അപ്പ പറയും. അപ്പ പറഞ്ഞിട്ടാണ് ഈശോ പറയണത്. അപ്പ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്തെങ്കിലും സഹോദരനെ സന്ധിക്കുന്നതിൽ ചിലപ്പോൾ ചിലവാകേണ്ടി വരും, അപ്പോൾ ഐ വിൽ റീഫണ്ട് ഇറ്റ്. ഇവിടെ നമ്മുടെ കുടുംബജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ചിലവാകും. ഞാൻ മട്ടുത്തെന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെന്താ കൂടുതൽ ചിലവായിട്ട് അങ്ങനെ പറയണേ? ഇവിടുന്ന് എവിടെയെങ്കിലും പോയാൽ മതിയായിരുന്നു, മനുഷ്യൻ ചത്താൽ മതിയാന്നൊക്കെ പറയല്ലേ.